for today's meditation, we will turn our attention to Romans chapter 11 verses 5 to 6. Even so, then at this present time there's a remnant according to the election of grace, and if by grace, then it's no longer works, otherwise grace is no longer grace. But if it is of works, it's no longer grace, otherwise work is no longer work. ഇവിടെ നാം വായിച്ച വാക്യം വചനം ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്: ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. നമ്മൾ റെമനന്റ് എന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മെ തിരഞ്ഞെടുത്ത ആ ദൈവകൃപയെ കുറിച്ച് ഒരിക്കലും നാം വിസ്മരിച്ചു കളയരുത്. ഇന്ന് ഈ സന്ദേശം നാം കേൾക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നാം ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നാം വിശ്വാസത്തിലേക്ക് വന്നത് ദൈവത്തിന്റെ കൃപയാണ്. നാം നീതീകരിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാണ്. നാം അനുഭവിക്കുന്ന ധാരാളമായി നമ്മിൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തന്റെ കൃപയാൽ അവൻ നമ്മുടെ മേൽ പകർന്നതാണ്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ജീസസ്. കഴിവല്ല, ഇത് കൃപയാണ്. തൻ്റെ ഇടമല്ല, ഇത് കൃപയാണ്. ഞാൻ ഒന്നും കൂടെ ആഴമായി പറഞ്ഞാലും ഇത് കൃപയാണ്. ഒന്നും കൂടെ നീട്ടി പ്രസംഗിച്ചാലും ഇത് കൃപയാണ്. ഒന്നും കൂടി ഇത് വ്യാഖ്യാനിച്ചാലും ഇത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ നിമിഷം വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ കൃപയാണ് ഓരോ മണിക്കൂറിലും നാം അനുഭവിക്കുന്നതെങ്കിൽ നാം തിരിച്ചറിയുക പ്രിയരെ, ഈ ദൈവികമായ ഗ്രേസ്, ഈ ദൈവികമായ കൃപ എന്ന് പറയുന്നത് എവിടെയാണ് വെളിപ്പെട്ടു വരുന്നത്? ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഒരു ശേഷിപ്പിലേക്കാണ്, ഒരു റെമനന്റ് ഗ്രൂപ്പിലേക്കാണ് ഈ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. കൃപയാൽ രക്ഷിക്കപ്പെട്ടുവെന്നും, കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടുവെന്നും, കൃപയാൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്നും പ്രാർത്ഥനയോടെ വളരെ ഹംബിളായി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു സത്യം മറന്നു പോകരുത്. സർവശക്തനാകുന്ന ദൈവത്തിന്റെ മനസ്സലിവാണ്, സർവശക്തനായ ദൈവത്തിന്റെ ദയയാണ് നമ്മുടെ മേൽ പകർന്ന അവന്റെ കൃപ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് വെളിപ്പെടുന്നത്? ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കയറുന്നു. വളരെ ഗൗരവമായി തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ ഏതെല്ലാം മേഖലകളിലാണ് ദൈവം നമ്മിൽ പകരുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ റിലീസ് ചെയ്യുന്നത്? ആ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. That's what we read from these verses. We hear this message today because of the grace of God. We are alive today, it's because of the grace of God. We came to faith by the grace of God. We have all the blessings which are bestowed on us, it's purely by God's grace. And we receive the Holy Spirit, it's by God's grace. All the blessings which the Lord so mercifully lavished on us, it's purely by God's grace. Now the pastor is asking this question, where is this grace revealed? And the answer is, this grace is revealed to a small group of people that is specifically said as a remnant. It's on the remnant that the Lord has bestowed this grace, and it's by grace a remnant is selected, and all the grace and blessing and mercy are bestowed on them. ഒന്നാമതായി ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു വരുന്നത് നമ്മളുടെ ബലഹീനതയിലാണ്. ബലഹീനതയിൽ നമുക്ക് ശക്തി നൽകുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ രോഗികളായിരിക്കാം, നിങ്ങൾ ഹോസ്പിറ്റലുകളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം നിമിത്തം, ഏതെങ്കിലും ഒരു അവസ്ഥ നിമിത്തം നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. എന്നാൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു സത്യം, ഭക്തന്മാരുടെ മുകളിൽ, വിശുദ്ധന്മാരുടെ മുകളിൽ, ആരോഗ്യ ദൃഢരാത്രന്മാരുടെ മുകളിൽ, സകലവും തികഞ്ഞവന്മാരുടെ മുകളിൽ വെളിപ്പെടുന്നതല്ല ദൈവത്തിന്റെ കൃപ.
ബലഹീനതയിൽ വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ കൃപ. ശ്രദ്ധിക്കുക, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇത് ദൈവം തമ്പുരാൻ, സർവശക്തനാകുന്ന ദൈവം, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്പോസ്തലനായ പൗലോസിനോട് പറയുകയാണ്. അതുകൊണ്ട് എനിക്കിത് പറയാൻ ഒരു മടിയില്ല. യേശു ക്രിസ്തു ഡയറക്റ്റായി പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് പൗലോസിനോട് പറയുന്നു എവിടെയാണ് അവന്റെ ഗ്രേസ് അവൻ റിലീസ് ചെയ്യുന്നത്, എവിടെയാണ് അവന്റെ കൃപ അവൻ വെളിപ്പെടുത്തുന്നതെന്ന് അവിടെ വ്യക്തമാക്കുന്നു. പൗലോസ് പറയുന്നു, അവൻ എന്നോട്, യേശു പൗലോസിനോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ താൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, താൻ വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ പ്രതികൂലം താൻ അനുഭവിക്കുമ്പോൾ, ജഡത്തിനകത്ത് വലിയ കഷ്ടത താൻ അനുഭവിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് ലീഗ അവിടെ അതിന്റെ 8-9 വാക്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ആ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാകും. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എന്ത് വിട്ടു നീങ്ങേണ്ടതിനാണ് 3 തവണ പൗലോസ് പ്രാർത്ഥിച്ചത്? നിങ്ങൾ ഓർക്കണം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആധിക്യമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിട്ട് മുഖാമുഖമായി കണ്ടിട്ടുള്ള സർവശക്തനാകുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലനായ സാക്ഷാൽ പൗലോസ് നിലവിളിച്ച് 3 തവണ ദൈവ മുൻപാകെ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? 7-ാമത്തെ വാക്യം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് തനിക്ക് വെളിപ്പാടുകളുള്ള മനുഷ്യനാണ്. ആ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം താൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, സാധാരണമായ ഒരു കാര്യമാണത്. ഏതൊരു മനുഷ്യനും താൻ ചിന്തിക്കുന്നതിനപ്പുറമായ രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരല്പം നിഗളം മനസ്സിൽ വരും, ഒരല്പ അഹങ്കാരം പലരുടെ ഉള്ളത്തിൽ വരും. അങ്ങനെ ഉണ്ടല്ലോ പലരും. കുറച്ച് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ അല്പ അഹങ്കാരമുള്ളവർ, പാടാൻ അറിയാമെങ്കിൽ അല്പ അഹങ്കാരമുള്ളവർ, പ്രവചിക്കാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്പം നിഗളമുള്ളവർ. എല്ലാ മനുഷ്യരുടെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് സാധാരണ നിലയിലുള്ള ഒരു ശുശ്രൂഷകനായിരുന്നില്ല. നിങ്ങളൊക്കെ മാർക്കറ്റിൽ പോകുന്നവരായിരുന്നു. പുള്ളി സ്വർഗത്തിൽ പോകുന്നേ, പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നു, പ്രാർത്ഥനിക്കാൻ ഇരിക്കുന്നു. ഇതാ താൻ ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെ അറിയത്തില്ല, സ്വർഗം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വർഗത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് താൻ വീണ്ടും തിരിച്ച് തന്റെ ശരീരത്തിലേക്ക് ആത്മാവ് മടങ്ങി വരികയാണ്. അങ്ങനെ അതിശക്തമായ വെളിപ്പാടുകളുടെ ആധിക്യമുള്ള 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട 9 കൃപാദാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ 9 കൃപാദാനങ്ങളും ഒരുപോലെ ഓപ്പറേറ്റ് ചെയ്ത, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എന്ന് പറയുമ്പോൾ ഏഞ്ചലിക് ലാംഗ്വേജ് വരെ അറിയാവുന്ന അതിശക്തനായ അഭിഷിക്തനായിരുന്നു പൗലോസ്. ആ പൗലോസ് നിഗളിച്ചു പോകാതിരിക്കാൻ ഈ ജഡത്തിൽ ഒരു ശൂലം പൗലോസിന് കൊടുത്തു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി. വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ വചനപാണ്ഡിത്യമുള്ള അനവധി ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുമായി ഞാൻ ഈ സംശയം ഒന്ന് ചർച്ച ചെയ്തു. എന്തായിരുന്നു പൗലോസിന്റെ ജഡത്തിലുണ്ടായിരുന്ന ശൂലം? ക്യാൻസർ ആയിരുന്നോ? കൊളസ്ട്രോൾ ആയിരുന്നോ? ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരുന്നോ? എന്തായിരുന്നു തന്റെ പ്രശ്നം? താൻ അനുഭവിച്ച പ്രതിസന്ധി എന്താണ്? എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായ ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസിന്റെ ജഡത്തിൽ താൻ അനുഭവിച്ചതായ ഫൈറ്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്, ആകുലത. അത് പലയിടത്തും താൻ വെളിപ്പെടുത്തുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, സഭകളെ കുറിച്ചുള്ള ഭാരം എന്നിൽ വർദ്ധിച്ചു വരുന്നു. ചിലയിടത്ത് ചെല്ലുമ്പോൾ ജീവനോടെ ഇരിക്കുമോ എന്ന് ഞാൻ ആകുലപ്പെട്ടിരുന്നു, ആശങ്കപ്പെട്ടിരുന്നു. മരണം എനിക്ക് മീതെ കടന്നു വന്നു, പക്ഷെ സഭയുടെ പ്രാർത്ഥന എന്നെ വിടുവിച്ചു. പലയിടത്തും പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. മറ്റൊരു ഭാഗത്ത് ഫിലിപ്പിയറിൽ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരമവിളിയെ ലാക്കാക്കി ഓടുന്നു.
നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്. കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഇത് ഈ മനുഷ്യൻ കടന്നുപോയ അനുഭവങ്ങളിൽ തനിക്ക് ലഭിച്ച വെളിപ്പാടുകളാണ് താൻ ലേഖനങ്ങളായി എഴുതി കൊടുത്തത്. ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ അനുഭവിച്ച പൗലോസ്, വളരെ ആങ്സൈറ്റി പ്രോബ്ലംസ് ഉള്ള, വളരെയധികം ആകുലതകളിലൂടെ കടന്നുപോയ, ഒത്തിരി പാനിക് അറ്റാക്കുകളിലൂടെ കടന്നുപോയ ഈ മനുഷ്യൻ, ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ചിലപ്പോൾ തോന്നിപ്പോയി ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ, ഇങ്ങനെയൊക്കെ മരണഭീതി അകത്തോട്ട് കയറാൻ. കപ്പലിൽ വെച്ച് ഈശാനമൂലൻ ആഞ്ഞടിച്ചപ്പോൾ എഴുന്നേറ്റ് എന്ന് പുള്ളി പറഞ്ഞു, ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല, ചരക്കുകളെല്ലാം ലഗേജ് എല്ലാം വെള്ളത്തിൽ കളഞ്ഞോ, ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മളെല്ലാം മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആകെ ടെൻഷനായി, ആകെ വറീഡായി. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈ മനുഷ്യൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു, ദൂതന്റെ പ്രത്യക്ഷത ഉണ്ടായി. നെക്സ്റ്റ് ഡേ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ ദൂതൻ ഇന്ന് രാത്രി എനിക്ക് പ്രത്യക്ഷനായി, നമ്മളുടെ ആരുടെയും പ്രാണന് ഒരപകടവും സംഭവിക്കുകയില്ല, നമ്മുടെ ഒരു രോമം പോലും നഷ്ടപ്പെടുകയില്ല എന്ന് ദൈവം എന്നോട് അറിയിച്ചു എന്ന് പൗലോസ് പിന്നെ വെളിപ്പെടുത്തുവാനിടയായി. പക്ഷേ തന്റെ ജീവിതം എടുത്ത് പഠിച്ചാൽ, ഇന്നലെയും ഒരു ദൈവപുരുഷൻ എന്നോട് പറയുകയായിരുന്നു, പൗലോസിന്റെ മിനിസ്ട്രിയിൽ കാണുന്ന റൂമാലെടുത്തെറിഞ്ഞതും, രോഗികളെ സൗഖ്യമാക്കിയതും, മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ചതും, 9 കൃപാദാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതും, 14 ഈടുറ്റ കരുത്തുള്ള ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാവിൽ എഴുതി നൽകിയതും മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ കടന്നുപോയ ഒരു ഭയങ്കര ഫൈറ്റിംഗ് ഏറിയയുണ്ട്. പ്രാണഭീതിയിലായ, നാളെ നേരം പുലരുമ്പോൾ അടുത്ത പ്രഭാതം കാണുവാൻ കഴിയുമോ എന്ന് ആകുലപ്പെട്ട, മൃഗയുദ്ധം ചെയ്ത അനുഭവങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. പൗലോസ് പറയുന്നുണ്ടല്ലോ, അകത്തും യുദ്ധം പുറത്തും യുദ്ധം, അകത്തും ശത്രു പുറത്തും ശത്രു. എല്ലാ മേഖലകളിലും പ്രതിസന്ധി അനുഭവിച്ച ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ വെല്ലുവിളികളെല്ലാം, ഈ പൈശാചിക പോരാട്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോണം, നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് എന്താണ് ഈ പ്രതിസന്ധി എന്ന് ദൈവത്തോട് ചോദിച്ചാൽ പൗലോസിനെ മുമ്പിൽ കൊണ്ട് നിർത്തും, നിന്റെ ബോധവും പോവും. പ്രൈസ് ഗോഡ്. കാരണം നീ അനുഭവിച്ചതിന്റെ 10,000 മടങ്ങ് പ്രതിസന്ധി അനുഭവിച്ച മനുഷ്യനാണ് പൗലോസ്. കൈകാലുകൾ ബന്ധിച്ച അനുഭവങ്ങൾ, അഗ്രിപ്പായുടെ മുമ്പിൽ ചെങ്ങല കൊണ്ട് കെട്ടിയിട്ട അനുഭവങ്ങൾ, പല പല കോടതികൾ വിധിച്ച അനുഭവങ്ങൾ, കൊട്ടയ്ക്കകത്ത് ജനല് വഴി തൂക്കിയിറക്കി രാത്രിയിൽ രക്ഷപ്പെടുത്തിയ അനുഭവങ്ങൾ. ഇങ്ങനെ അനവധി പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ ഇതൊന്നും പോരാഞ്ഞ് ജഡത്തിനകത്ത്, ശരീരത്തിനകത്ത് ആകുലത, ചിന്താകുലം, സമയക്കുറിച്ചുള്ള ഭാരം, ടെൻഷൻസ്, ആങ്സൈറ്റി, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കയറി വന്നപ്പോ 8ാമത്തെ വാക്യം പറയുക, 3 തവണ ഞാൻ എൻ്റെ കർത്താവിനോട് നിലവിളിച്ചു, എൻ്റെ പൊന്നു ദൈവമേ, ഈ ഒരു ആങ്സൈറ്റി നിന്നെ ഒന്ന് വിടുവിക്കണേ. എന്റെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സാത്താൻ വിവിധ നിലയിൽ പോരാടിയാൽ MRI സ്കാനിങ്ങിലും CT സ്കാനിലും ഈ സാധനം തെളിയത്തില്ല. ഡോക്ടർമാർക്ക് ഇത് കണ്ടുപിടിക്കാനും പറ്റുകയില്ല. പലതവണ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ച് മുട്ടുകുത്തി അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. 9ാമത്തെ വാക്യത്തിൽ സ്വർഗം പൗലോസിനോട് പറഞ്ഞു, പോൾ, മൈ സൺ പോൾ, my grace is sufficient for you, for my strength is made perfect in your weakness. എൻ്റെ കൃപ നിനക്ക് മതി. നീ അനുഭവിക്കുന്ന സഭയെക്കുറിച്ചുള്ള വെല്ലുവിളികളിൽ, നീ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ, നീ അനുഭവിക്കുന്ന ആങ്സൈറ്റിയിൽ, നിന്റെ മുമ്പിൽ പൈശാചിക മണ്ഡലം തുറന്നുവിടുന്ന പാനിക് അറ്റാക്കുകളിൽ, my grace is sufficient for you, beloved pastor, beloved brother, beloved sister, beloved worship leader. എന്റെ സഹോദര, എന്റെ സഹോദരി, പ്രിയ ദൈവപുരുഷനെ, പ്രിയ ദൈവദാസിയെ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ ശുശ്രൂഷകനെ, ആ കൃപ നിനക്ക് മതി. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നീ എവിടെ വീക്കാകുന്നോ അവിടെ ഞാൻ നിന്നെ സ്ട്രെങ്ത് ചെയ്യും. ഇന്ന് പകലിൽ നീ എവിടെ വീക്കായിരിക്കുന്നോ അവിടെ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്ട്രെങ്തൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ പദത്തിൽ ഒന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നിട്ടൊരു കാര്യം പറയട്ടെ. വാട്ട് ഈസ് യുവർ വീക്ക്നെസ്? എന്താണ്
നിന്റെ ബലഹീനത. ആ ബലഹീനതയെ ജയിക്കുവാൻ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് കയറി വരാൻ പോവാ. ഒരു കാര്യമല്ല, രണ്ട് കാര്യം. നീ അനുഭവിക്കുന്ന ആ ബലഹീനതയിൽ നിന്നെ ജയിപ്പിക്കാൻ, എനിക്ക് തന്നെത്താൻ ഇത് ജയിക്കാൻ പറ്റുന്നില്ല, എനിക്കിതിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, എനിക്കിതിന്നൊരു മാറ്റം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് താങ്കൾ പറയുന്ന, താങ്കൾ അനുഭവിക്കുന്ന ആ ബലഹീനതയിൽ അതിനകത്ത് നിങ്ങളെ ജയിപ്പിക്കാൻ, അതിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ രണ്ട് കാര്യങ്ങൾ കയറി വരികയാണ്. നമ്പർ 1 is grace. നമ്പർ 2 is power. വാ തുറന്ന് പറഞ്ഞ് grace and power. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും. എന്തിനാണ് ദൈവത്തിന്റെ കൃപ പകരുന്നത്? ദൈവത്തിന്റെ കൃപ പകരുന്നത് ആ കുറ്റബോധത്തിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് നിന്നെ ഇനി തിരിച്ചു പിടിക്കാൻ. ആ കൃപ എന്തിനാ തരുന്നതെന്നറിയാവോ? ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് സ്വർഗത്തിനങ്ങ് തിരിച്ചു പിടിക്കാൻ. എന്തിനാണ് അതിന്റെ കൂടെ ശക്തി പകരുന്നതെന്നറിയാവോ? ഇനി ഒരിക്കലും ആ ബലഹീനത നിന്നെ ജയിക്കാതിരിക്കാൻ, ആ പ്രതിസന്ധി നിന്നെ ജയിക്കാതിരിക്കാൻ, ഇനി അത് നിന്നെ തൊടാതിരിക്കാൻ, അതിന്റെ മേളിൽ ഒരു ജയം നിനക്കുണ്ടാകാൻ. ഇത് രണ്ടും ഒരുപോലെ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ പകരുമ്പോൾ പൗലോസ് പറയുകയാണ്, കഷ്ടതയുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ആങ്സൈറ്റി ഉണ്ടെങ്കിലും, സ്തോത്രം, പാനിക് അറ്റാക്കുകൾ ഉണ്ടെങ്കിലും, അകത്ത് യുദ്ധമുണ്ടെങ്കിലും പുറത്ത് യുദ്ധമുണ്ടെങ്കിലും, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തി എന്റെ മേലിലോട്ട് വരേണ്ടതിന്, കൂടുതൽ പവർ എന്റെ മേലിലോട്ട് വരേണ്ടതിന്, കൂടുതൽ ഗ്രേസ് എന്റെ മേളിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഞാൻ അതിസന്തോഷത്തോടെ ആ വെളിപ്പെട്ട ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. Where does this grace reveal itself? Where is the grace abounding itself or manifesting itself? First point is, in our weakness grace is revealed. And the pastor says grace is not revealed on fully healthy people or fully perfect people. If you want to see the abundance of grace, it is revealed on people, on men of God who are frail and fragile in their life. The Lord manifests His power of grace in them. 2 Corinthians 12 verse 9 beautifully puts it like this: my grace is sufficient for you, for my strength is made perfect in weaknesses. Therefore most gladly I will rather boast in my infirmities. Here Paul says, Jesus Christ is directly talking to Paul that my grace is sufficient for you in your weaknesses. And what is the problem? Who is this man talking? Is not a simple person. He is a great apostle of God. Jesus Christ came and appeared to him directly and appointed and anointed him for this great ministry. He had visitations to the third heavens, as if a person, a normal person, is going to market. He goes to heaven, hears the voice of the angels and comes back in his prayer. Think about that. This is a person who had in him operative of all the gifts of the Holy Spirit. Even from his own body aprons were taken away which may heal people. Such kind of a great manifestation of God's power was exhibited in this great apostle's life. And this man of God had problems, infirmities, weaknesses. What was the weakness? There are many views related to the weakness of Apostle Paul, but the most viable option which we can think about is he had a tremendous anxiety. As the pastor said, he had tremendous panic attacks. He always underwent, because of the churches he planted, he was always anxious. As a father is anxious about the children, he was anxious about the churches which he planted himself. And he was always in battle with the demonic forces. And many times he had attacks, many challenges, persecutions, health issues, different sorts of problems. He faced the challenges from within and without. He faced all these problems single-handedly, and because of that he always had panic attacks. He was always anxious about things, and at one point of time he was in a shipwreck and he thought everything is all over. And he said to the people, I don't know whether we will be here to see the next morning. That was
That was the kind of anxiety which crept into this man's life. But that very night, the angel of the Lord came down and strengthened Paul, and next day he strengthens others. That was the kind of challenge every day, every single second he underwent. And from these all problems, he looked to the Lord and cried to the Lord, Lord, somehow help me. This thorn in the flesh is making tremendous problem to me. Somehow deliver me. You know what the Lord said? My grace is sufficient for you, and the Lord will prove himself, his own strength in your weakness, so you can be taking into account my grace and you can move forward. God said, my grace is sufficient. When you are weak, God will be strengthening you. Two important things. Pastor says, two important things to strengthen you in your problems, in your weaknesses. The first thing is God's grace. Second thing is the power of God. Why are you given the grace of God? It is to bring you back out of all the problems which you are in. Why are you giving the power? Why are you given the power of God? So that that problem once again will not come and overtake you. You become victor, you become conqueror over the problems by the power of God and by the grace of God. വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഇത് ഇപ്പൊ ഈ പ്രസംഗിച്ച ഈ പറഞ്ഞ വാക്യം എന്റെ ജീവിതമാണ്. നിങ്ങളോട് സംസാരിക്കുന്ന പാസ്റ്റർ ടിനു ജോർജിന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് ഈ പ്രസംഗിച്ചത്. ഞാൻ എവിടെങ്കിലും കൂടുതലായി എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഏതൊക്കെയോ പ്രതിസന്ധികൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എവിടെങ്കിലുമൊക്കെ ഞാൻ കൂടുതലായി അതിസന്തോഷത്തോടെ അല്ലെങ്കിൽ കൂടുതലായി ദൈവത്തിൻ്റെ കൃപ എന്നിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിലായിരുന്നു ഞാൻ. പലപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നലകൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ച വേദനകൾ, ഇന്നലകൾ നമ്മുടെ ജീവിതത്തിൽ തന്ന നൊമ്പരങ്ങൾ, പ്രതിസന്ധികൾ, പലപ്പോഴും അത് ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു, അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു എന്ന് പലപ്പോഴും നാം അറിഞ്ഞിട്ടില്ല. അല്ലേ? സത്യമല്ലേ? പിന്നെ നമുക്ക് മനസ്സിലായി ഇന്നലകൾ തന്ന വേദനകൾ, ഇന്നലകൾ തന്ന പ്രതിസന്ധികൾ കർത്താവിൻ്റെ സ്നേഹമായിരുന്നെന്ന്. ഇന്നും ഒരുപക്ഷെ കോവിഡ് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ജോലിയില്ലാതോ കുത്തുവാക്കുകൾ കേട്ടോ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചോ മാനസിക പിരിമുറുക്കങ്ങളുടെ നടുവിലോ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ നടുവിലോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ അവരെ നോക്കി ഈ ഫെബ്രുവരി 6-ാം തീയതി ഈ പ്രാരംഭ ഞായറാഴ്ച പറയട്ടെ, ഈ കാലവും കഴിഞ്ഞു പോകും, ഈ സിറ്റുവേഷന് മാറിപ്പോകും. എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും, ഓ, ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു കൃപയുണ്ട്, ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ദൈവസ്നേഹമുണ്ട്, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ഒരു സമയത്ത് ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് എന്നെ സ്നേഹിച്ചു. ഷിജിനെ മോനെ, അങ്ങനൊരു പാട്ടില്ലേ, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല. ഞാൻ യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ ഈ വരികൾ ഈ ദൈവദാസൻ പാടുമ്പോൾ അതൊന്ന് ധ്യാനിച്ചേ, അത് ഉള്ളത്തിലോട്ടൊന്ന് കൊണ്ടുവന്നേ. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലകൾ
നിൻ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല ഞാൻ. നിൻ മകനാക്കുവാൻ, എന്നെ മാറോട് ചേർക്കുവാൻ, നിൻ മകളാക്കുവാൻ, എന്നെ മാറോടണയ്ക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഇന്നെ ഈ മെസ്സേജിൽ ഈ ഞായറാഴ്ച പകലിൽ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വെളിപ്പെട്ടു വരുന്നൊരു ദൈവശക്തിയുണ്ട്. ആ ശക്തിയാണ് സകലത്തെയും അതിജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. Two things are given for our strengthening. Two things are given when we undergo serious struggles in our life: the grace of God and the power of God. And that sustains us forward. Yes. From the personal experience, pastor says that he experienced the love of God, the grace of God, the manifestation of God's power when he thought that, Lord, I cannot myself contain this situation. And the love of God was lavished on him when he thought that things are going out of hand. God supernaturally strengthened him with the love and grace of God. You too, when you are undergoing problems during this tough pandemic situations, you may be thinking that in the present problems which are happening around the world, you may be also a victim of all the problems that are around. But as the blessed brother just sang just now, yesterday's problems, the problems which happened in my past life, all of those were visitations and manifestations of God's love. And you will overcome this. You will overcome and you will become a victor and conqueror. And you will be looking back at your past life, the present life which you are undergoing now, and you will think it was purely, greatly God's grace which sustained me in those times. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് ദൈവത്തിന്റെ കൃപ നമ്മളെ വിടുവിക്കുന്നു എന്നുള്ളതിന് വളരെ വളരെ നല്ലൊരു ഉദാഹരണം ബൈബിളിലെ ഒരു സംഭവമാണ്. വളരെ നല്ലൊരു ഉദാഹരണം. വാസ്തവത്തിൽ യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളാണ്. പലപ്പോഴും ആ വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെയും എന്റെ കർത്താവിന്റെ സ്നേഹം അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈസ് എ ഫുൾനെസ് ഓഫ് ഗ്രേസ് ആൻഡ് ഗ്രേസ് ഫോർ ഗ്രേസ്. യേശുവിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചതുകൊണ്ട് 17-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. കൃപ മാത്രമല്ല, ഇന്ന് പ്രത്യേകമാൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഗ്രേസ് എന്ന ഒരു പ്രത്യേക ടീച്ചിങ് തന്നെ ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നുണ്ട്, ദൈവത്തിന്റെ കൃപ എന്ന വിഷയം. എന്നാൽ യേശുക്രിസ്തു കൃപ മാത്രമല്ല, യേശുക്രിസ്തു സത്യവും കൂടെയാണ്. അവൻ കൃപയും സത്യവുമാണ്. ഇസ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. കൃപ എന്ന് പറഞ്ഞ വിഷയത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയി നിന്നുകൊണ്ട് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ്, തെറ്റിലേക്ക് പോകുവാനുള്ള ഒരു ലൈസൻസ്, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ട് അതെന്റെ ബലഹീനതയാണ്, അതെന്നിൽ അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ എന്റെ ബലഹീനതയിൽ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ഒരനുഭവമായി പോകരുത് നമ്മളുടെ ആത്മീയ ജീവിതം. പ്രസ്തുത ദൈവത്തിന്റെ കൃപ നമ്മിൽ വെളിപ്പെടുമ്പോൾ തന്നെ, യേശുവാകുന്ന കൃപ നമ്മളിൽ നിറയുമ്പോൾ തന്നെ, അവൻ കൃപ മാത്രമല്ല, അവൻ സത്യവും കൂടെയാണ്. അവന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. എന്നാൽ എൻ്റെ സന്ദേശത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു ഉദാഹരണം, ദൈവത്തിന്റെ ആ വലിയ കൃപ പാപിയെ സഹായിക്കുന്നു. എന്തിനായി? പാപം ചെയ്യാതിരിക്കാൻ. ആ പദം ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം. ക്രിസ്തുവിന്റെ കൃപയും ശക്തിയും നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്തിനു വേണ്ടി? ആ ബലഹീനതയിൽ തുടരാനല്ല,
ആ ബലഹീനതയെ ജയിക്കാൻ, ആ ബലഹീനതയെ അതിജീവിക്കാൻ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം കാണിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്നൊന്ന് വായിക്കണം. അവിടെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്തടുത്ത വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. യേശു കർത്താവ് ഒലിവുമലയിലുള്ള ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ചർച്ച് എന്ന് പറയുന്നത്, ഒരു ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തെ കാണാനും ദൈവത്തെ അനുഭവിക്കാനും ദൈവശബ്ദം കേൾക്കാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുമുള്ള ഇടമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഒലിവുമലയിലുള്ള ആ ദേവാലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പള്ളിയിൽ യേശു ഉണ്ട്, ജനം അവിടെ വന്നിട്ടുണ്ട്, ജനം യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, യേശു പറയുന്നത് ജനം കേട്ടോണ്ടിരിക്കുന്നു, ജനം പറയുന്നത് കർത്താവും കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവശബ്ദം ജനം കേൾക്കുകയും ജനത്തിന്റെ ആവശ്യങ്ങൾ ദൈവം കേൾക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ആ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുടുന്നനവേ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറെ സ്വയം നീതിമാന്മാർ, കുറെ സ്വയവിശുദ്ധന്മാർ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആ പള്ളിയുടെ നടുക്ക് നിർത്തി. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്, മോശയുടെ ന്യായപ്രമാണം പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്, എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ഇത് യേശുവിനെ കുടുക്കുവാൻ, കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. നിങ്ങൾക്കറിയാം ആ പശ്ചാത്തലം, ഒരിക്കൽ ഞാനത് പ്രസംഗിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേവാലയത്തിന്റെ നടുവിൽ ക്രിസ്തു ഇരിക്കുന്നു. അതെ, അന്നും ഇന്നും എന്നും 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യയാണ് കർത്താവ് വരുന്നത്. ദേവാലയത്തിന്റെ നടുവിലിരിക്കുന്ന, നടുവിലിരുന്ന് സംസാരിക്കുന്ന കർത്താവിന്റെ അരികിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പരീശന്മാർ ചോദിക്കുന്നു, ഇവളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു തോറ എടുത്തുയർത്തി കാണിച്ചിട്ട് പറയുന്നു, മോശയും ന്യായപ്രമാണവും പറയുന്നു, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമുക്കറിയാം, ഇത് യേശുവിനെ കുടുക്കാൻ വേണ്ടി, കുരുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. ദീർഘനാളുകളായിട്ട് ഈ ടീം പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ഗൂഢാലോചന നടത്തി ഈ സംഭവം ഒപ്പിച്ചോണ്ട് വന്നതാണ്. അതിന്റെ കാര്യം എന്നാന്ന് ഞാൻ പറയാം. യേശു കർത്താവ് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായി ഉത്തരവിട്ടാൽ, റബിയാണല്ലോ ക്രിസ്തു, അവരുടെ മുൻപിൽ ടീച്ചറാണല്ലോ, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഉത്തരവിട്ടാൽ ഇവരുടനെ അവിടെ നിന്നോണ്ട് പറയും, കേട്ടോ, ഇവൻ പറഞ്ഞു കേട്ടോ, പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനാണ് ഇവൻ പറഞ്ഞത്. ഇതുവരെ ഇവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നതും പ്രചരിപ്പിച്ചതും ഇവൻ പാപികളുടെ രക്ഷകനാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ, മനസ്സിലായല്ലോ, ഇവൻ പാപികളുടെ രക്ഷകനല്ല, ഇവൾ പാപിനിയായ സ്ത്രീയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ നാട്ടുകാരെ. ആ പാപിനിയായ സ്ത്രീയെ ഇവൻ എറിഞ്ഞു കൊല്ലാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവൻ പാപികളുടെ നാശകനാണ്, ഇവൻ പാപികളുടെ അന്ധകനാണ്, ഇവൻ പാപികളുടെ രക്ഷകനല്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലരുത്, ഒരു കാരണവശാലും ഇവളെ എറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ കയ്യിലിരിക്കുന്ന തോറ ന്യായപ്രമാണം എടുത്തുയർത്തി കാണിച്ചിട്ട് പറയും, വചനത്തിൽ എഴുതിയിട്ടുണ്ട്, വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. ഇവൻ പറയുന്നത് ദുരുപദേശമാണ്. ദുരുപദേശം പ്രസംഗിക്കുന്ന ദുരുപദേശകനായതുകൊണ്ട് ഈ കല്ല് ഇവനെ എറിയണം. എറിയരുതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദുരുപദേശകനാകുന്നു. എറിയണമെന്ന് പറഞ്ഞാൽ യേശു പാപികളുടെ രക്ഷകനല്ലാതാകുന്നു. ഇത് 2 പറഞ്ഞാലും ക്രിസ്തു കുടുങ്ങും. ഇതായിരുന്നു ഇവരുടെ പ്ലാനും ശത്രുവിന്റെ കൂടിയാലോചനയും. ഒരു മനുഷ്യനോട് ചോദിച്ചാൽ, ഒരു ചോദ്യം ചോദിച്ചാൽ 2 ഉത്തരമേ ഉള്ളൂ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ഒന്നെങ്കിൽ സത്യം അല്ലെങ്കിൽ അസത്യം, ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ പകല്, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്നെങ്കിൽ എറിഞ്ഞുകൊള്ളൂ അല്ലെങ്കിൽ എറിയരുത്. ഇത് 2 വിലയെ പറയത്തുള്ളൂ. ഇത് 2 പറഞ്ഞാലും യേശു കുടുങ്ങും. യേശുവിനെ കുടുക്കാൻ മാസങ്ങളായിട്ട് ആലോചിച്ച് വന്നവരാണ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചും കാണും. മാസങ്ങളായിട്ട് ആലോചിച്ച് വന്ന് ചെയ്ത സെറ്റപ്പാണ്. പക്ഷേ ശത്രുവിന്റെ തലയിലൂടെ പോലും പോയിട്ടില്ലാത്ത, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇവന്മാര് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ഉത്തരമാണ് യേശു അവരോട് പറഞ്ഞത്. നിങ്ങളിൽ
പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആരോടോ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, പിശാച് നിനക്കെതിരെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, മാസങ്ങളും വർഷങ്ങളും എടുത്ത് നിന്നെ കുരുക്കാൻ, നിന്നെ തകർക്കാൻ, നിനക്ക് പണി തരാൻ എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും എന്റെ കർത്താവിന്റെ ഒരു നോട്ടത്തിന്റെ മുൻപിൽ, ഒരു വാക്കിന്റെ മുൻപിൽ അത് മുഴുവൻ തകർന്നു പോയിരിക്കും, അത് മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കും. എല്ലാ സൻബല്ലത്തുമാരുടെയും തോബിയാവുമാരുടെയും സകല ആലോചനകളെ പൊളിച്ചു കളയുന്ന, ശത്രുവിന്റെ സകല പദ്ധതികളെ തകർത്ത് കളയുന്ന സർവശക്തനാകുന്നൊരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയരെ. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എറിയണമെന്ന് പറഞ്ഞാൽ അവൻ പാപികളുടെ രക്ഷകനല്ലാതാകുന്നു. എറിയരുതെന്ന് പറഞ്ഞാൽ അവൻ ദുരുപദേശകനാകുന്നു. എന്നാൽ ഇവർ ചിന്തിക്കാത്തൊരു ഉത്തരം കർത്താവ് അവരോട് അറിയിക്കുന്നു. ഈ സമയത്ത്, ഞാൻ ഒത്തിരി സമയം ആ ഭാഗത്ത് നിൽക്കുന്നില്ല, ഈ സമയത്ത് മൂത്തവരും ഇളയവരും മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി കല്ലും താഴെ ഇട്ടിട്ട് സൈഡിലൂടെ അവർ തിരിച്ചുപോയി. ഈ സ്ത്രീയും യേശുവും മാത്രം അവിടെ അവശേഷിക്കുന്നു. ഈ സ്ത്രീയും യേശുവും മാത്രം. മാനുവൽ ഷിജിൻ, പാസജി റിജോയ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മൂമെന്റ് ആണ്. ഈ സ്ത്രീയും കർത്താവും മാത്രം. ഈ സമയത്ത് യേശു നിവർന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നു, സ്ത്രീയെ, അവരെവിടെ? നിന്നെ കല്ലെറിയാൻ വന്നവർ എവിടെ? ഒരു പേപ്പട്ടിയെ പോലെ നിന്നെ ഓടിച്ചു കൊണ്ടുവന്നവർ എവിടെ? തെറ്റു ചെയ്ത നിന്നെ, തെറ്റുകാരിയായ നിന്നെ എന്റെ മുമ്പിൽ നിർത്തി തെറ്റ് ചെയ്യാത്ത എന്നെ കൊടുക്കാനായിരുന്നു അവരുടെ പദ്ധതി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ, നിന്നെ എറിയാൻ വന്നവർ ഇപ്പോൾ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? കുറ്റം കണ്ടുപിടിക്കുന്ന ലോകത്തിൽ, എന്ത് നന്മ ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന സമൂഹത്തിൽ, എങ്ങനെയും മറ്റൊരുവനെ കുറ്റപ്പെടുത്തുവാൻ നോക്കിയിരിക്കുന്ന സമൂഹത്തിൽ നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ തന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു വേർഡുണ്ട്. She said, "No man, Lord. No man, Lord." ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. എറിയാൻ കല്ലുമായി വന്ന സ്വയവിശുദ്ധന്മാരായ പരീശ പ്രമാണികൾ യേശുവിനെ അഭിസംബോധന ചെയ്ത പദം ഗുരു, ടീച്ചർ, റാബി. ചുറ്റും നിൽക്കുന്നവർ അഭിസംബോധന ചെയ്ത പദം നീ എന്തു പറയുന്നു? യുവർ ഒപ്പീനിയൻ. പക്ഷേ സ്വയവിശുദ്ധന്മാർക്ക് അവൻ കേവലം ഒരു അധ്യാപകനായിരുന്നു. ചുറ്റും നിൽക്കുന്നവർക്ക് അവൻ ആരുമല്ലായിരുന്നു. പക്ഷെ പാപിനിയായ സ്ത്രീ ആ കണ്ണയിലേക്ക് നോക്കി വിളിച്ച വിളി കേട്ടോ, കർത്താവേ, നോ മാൻ ലോർഡ്. എല്ലാം തികഞ്ഞവന് അവൻ കേവലം ഒരു അധ്യാപകനാണ്. പക്ഷെ പാപികൾക്ക് അവൻ കർത്താവാണ്. പാപികൾക്ക് അവൻ വീണ്ടെടുപ്പുകാരനാണ്. ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ആ കണ്ടമിനേഷൻ എന്നുള്ള ആ ഭാഗം എനിക്ക് പ്രസംഗിക്കാൻ നേരെയല്ല കേട്ടോ. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. നീ ജനിച്ച സാഹചര്യങ്ങൾ നിന്നെ കുറ്റം വിധിക്കുമ്പോൾ, നിന്നെ വളർത്തിയ മാതാപിതാക്കൾ നിന്നെ കുറ്റം വിധിക്കുമ്പോൾ, നിന്നെ പഠിപ്പിച്ച അധ്യാപകർ പോലും ഒരു നല്ല വാക്ക് നിന്നോട് പറയാതിരിക്കുമ്പോൾ, എങ്ങോട്ട് ചുറ്റും തിരിഞ്ഞു നോക്കിയാലും ഒരു നല്ല ശബ്ദം കേൾക്കാതെ നിന്റെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ, ഒരു എൻകറേജ്മെന്റ് വേർഡ് കിട്ടാതെ, ഒരാശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കഴിയാതെ, നിന്റെ മനസ്സിനെ ഇടിച്ചു കളയാൻ വേണ്ടി മാത്രം ഒരു സമൂഹം നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ, യേശു പറയുകയാണ്, മോളെ, ശിക്ഷ വിധിക്കുന്ന ഈ സമൂഹത്തിൽ, കുറ്റം കണ്ടുപിടിക്കുന്ന ഈ സമൂഹത്തിൽ ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ പോലുള്ളവരെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. ഞാൻ പാപികളുടെ രക്ഷകനാണ്. ഞാൻ പാപികളുടെ വീണ്ടെടുപ്പുകാരനാണ്. പോക, ഇനി
നീ പാപം ചെയ്യരുത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശു ആരാണ്? കൃപയ്ക്കുമേൽ കൃപ. ആ കൃപ എന്ത് ചെയ്തു? പാപിയെ രക്ഷിച്ചു. ആ കൃപ എന്ത് ചെയ്തു? ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. പക്ഷേ അവൻ കൃപ മാത്രമല്ല, അവൻ സത്യവും കൂടെ ആയതുകൊണ്ട് കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞേൽപ്പിച്ചു: ഇനി നീ പാപം ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മെ വിടുവിക്കുന്നു, ദൈവത്തിന്റെ കൃപ നമ്മെ രക്ഷിക്കുന്നു, ദൈവത്തിന്റെ കൃപ നമ്മെ സഹായിക്കുന്നു. പക്ഷേ അവന്റെ ശക്തി, അവന്റെ ആത്മാവ്, അവന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു: ഇനി പക്ഷേ നീ പഴയ വഴിയിലേക്ക് പോകരുത്. In John 1:16 we read, from his fullness we have received grace upon grace. And verse 17 says, law was given by Moses, but grace and truth came by Jesus Christ. When you look around, you find people preaching grace, and they say that grace is a license to sin. But we find here grace and truth are clubbed together. It goes together. It's not that it's grace for a sinner, it's also truth. Grace helps the sinner to overcome, to stop sinning. Grace is not a license to sin, but it is to empower in our weakness that we may come out of our problems. That's why in Isaiah 40:29 we read, he gives power to the weak, and to those who have no might he increases strength. And the best example which may illustrate this point is in John chapter 8, a very familiar passage. In 8:1 onward, you can find a great problem happening. Jesus Christ is sitting inside the temple. In the temple premises, you find many people gathered. They are speaking to Jesus, and Jesus is speaking to them. And as the pastor said, a church or a temple of God is a place where you find and experience God's power, and you experience God. And in such a situation, Jesus is speaking to them, and they are getting answers for their queries. And it is in such a situation, these hypocrites, these self-righteous people bring a woman caught in adultery, and they take up the Torah, and they said that this woman should be stoned. And it's a very tense situation. They actually planned for a long time to have this kind of an event to happen, and they were planning to entrap Jesus. And what's the trap here? If Jesus says that stone her, then they will say that he preached a grace gospel. He preached that I came to save the lost sinners. And if now he is actually acting against what he preached, that is the first stance. In the second stance, if Jesus says that do not stone her, then these people will take up the Torah and says he is actually against the Torah, he is a false teacher. In both way, Jesus is entrapped. In both way, this is or no question. And Jesus, if he says any of the answers, if he says yes, he is in problem. If he says no, he is in problem. But you know what? Jesus Christ, the Son of God, he gave an answer which these people have never dreamed. You know what he said? Stone, you can stone her, but who has no sin, you can stone her first. And having this answer coming out of Jesus' mouth, these people left the scene, and you can find Jesus and the women are alone standing there. In such a scene, Jesus looks up and ask a question: where are they? Where are your accusers? They were actually trying to take your life and trying to trap me. Where are those people who were accusing? And has no one condemned you? And she said, no one, Lord. And the pastor says this answer which the lady gave is the most important aspect of her understanding of who is standing in front of her. Because the people, the self-righteous people who came there, they called him rabbi, they called him teacher. But here
girl, this woman is calling the Jesus Christ as Lord. You are no longer a teacher. You are not just a person who teaches the law, but you are my Lord. And the pastor says that, and here Jesus responds, neither do I condemn you. Maybe as the pastor said, you are also in such a situation of total condemnation at your home, at your family, at your school, at your workplace, wherever you are not able to hear any sort of encouraging words, but people around are condemning you. In the midst of all those condemnations, the Lord says to you, I am grace, I don't condemn you. And he encourages her. And here, as we come toward the end of this passage, what happens is that out of the problem, out of the sin, the Lord redeems her. Jesus Christ redeems her through his grace, and in his truth he says, sin no more. Yes. Jesus Christ is not just grace, he is truth also. He is not only the person who delivers from your problems, but also gives you power to live a holy life. So take this word as a comprehensive one. Grace and truth are clubbed together, and that is the gospel. ഞാൻ ഈ മെസ്സേജ് ഇന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവിടെ ഈ സഹോദരി, കർത്താവ് അവളോട് ചോദിക്കുന്നു, നിന്നെ എറിയാൻ വന്നവരെവിടെ? ശരിക്കും അവൾ ചുറ്റും ഒന്ന് നോക്കി. അവൾ നോക്കിയപ്പോൾ ഒരു മനുഷ്യനെയും അവൾ കണ്ടില്ല. യേശുവിനെ അല്ലാതെ അവൾ മറ്റാരെയും അവിടെ കണ്ടില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, യേശുവിനെ അല്ലാതെ മറ്റാരെയും അവൾ കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, അവൾ ചുറ്റും നോക്കുമ്പോൾ യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവൾക്ക് കാണാൻ കഴിയാത്ത ആ സിറ്റുവേഷൻ ആണ്. that moment is the moment of salvation. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എന്റെ പാരമ്പര്യം എനിക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്ക് യേശുവിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എന്റെ പഴയ സുഹൃത്തുക്കളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, യേശുവിനെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ആ സമയത്തല്ലേ നമ്മൾ പറഞ്ഞേ, കർത്താവേ, എന്റെ ജീവിതം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തരുകയാണപ്പാ എന്ന്. ആ സമയത്തല്ലേ നമ്മൾ പറഞ്ഞേ, അപ്പാ, എന്റെ ലൈഫ് ഞാൻ നിനക്ക് വേണ്ടി തരികയാണെന്ന്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളൊരു മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പം, നമ്മളൊരു സുവിശേഷം കേട്ടപ്പം, നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടപ്പം, നമ്മൾ പാരമ്പര്യത്തിൽ ജീവിച്ചവരാണ്, നമ്മൾ ലോകപ്രകാരം ജീവിച്ചവരാണ്, നമ്മുടെ കുടുംബത്തിൽ മറ്റു പലരുമുണ്ട്. പക്ഷെ ആ പ്രത്യേക സന്ദർഭത്തിൽ, ആ പ്രത്യേകമായ മൂമെന്റിൽ, നാം മുന്നോട്ട് പോകുന്ന ആ മൂമെന്റിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കേട്ടതായ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അപ്പനെ നമുക്ക് കാണാൻ പറ്റിയില്ല, അമ്മയെ നമുക്ക് കാണാൻ പറ്റിയില്ല, പഴയ പള്ളിയും പാരമ്പര്യവും ഒന്നും നമുക്ക് ഓർക്കാൻ പറ്റിയില്ല, കൂട്ടുകാരെയും കുടുംബക്കാരെയും കുറിച്ചൊന്നുള്ള ഒരു ചിന്തയും മനസ്സിൽ വന്നില്ല. ആ മൊമെന്റിൽ യേശു മാത്രം നമ്മുടെ അകത്തിങ്ങനെ നിറഞ്ഞു നിന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, കർത്താവേ, ഇനി ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് തരികയാണ്, ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞാൻ നിനക്കായി സമർപ്പിക്കുകയാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. അവൾ ചുറ്റും നോക്കുമ്പം വേറെ ഒന്നും അവൾക്ക് കാണാനില്ല, യേശുവിനെ മാത്രം കാണുന്നു. സെക്കൻഡ് തിങ്, രണ്ടാമതായി, രക്ഷകനെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പാപവിമോചനം അവൾക്ക് ലഭിച്ചു, വിടുതൽ അവൾക്ക് ലഭിച്ചു. ഞാനൊരു സത്യം പറയട്ടെ, ഈ ലോകത്തിലെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത രക്ഷ, സാൽവേഷൻ, അതവൾക്ക് ലഭിച്ചു. ഈ സ്ത്രീയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, ഈ പാപിനിയായ സ്ത്രീയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്, സഹോദരി, ഈ രക്ഷ നിനക്ക് എങ്ങനെ കിട്ടി? അതിന്റെ കാരണക്കാരാരാണ്? കാരണം യേശുവാണ്, റീസൺ യേശുവാണ്. പക്ഷെ കാരണക്കാരാരാണ്? നിനക്ക് വലിയൊരു വിടുതൽ കിട്ടിയല്ലോ, നിന്റെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയല്ലോ, ഒരു പുതിയ ജീവിതം നിനക്കുണ്ടായല്ലോ. അതിന്റെ കാരണക്കാരാരാണ്? ആ സഹോദരി ചോദിച്ചാൽ ആ സഹോദരി പറയും, എന്റെ പൊന്നു ബ്രദറെ, എന്റെ പാസ്റ്ററെ, അത് വായിച്ചിട്ട് മനസ്സിലായില്ലേ?
എന്നെ എറിയാൻ കല്ലും എടുത്ത് കൈ പിടിച്ചോണ്ട് എന്നെ ഓടിച്ചവർ, എന്റെ ശത്രുക്കൾ, എന്റെ പ്രതിസന്ധികൾ, എന്റെ തോൽവികൾ, എന്റെ തകർച്ചകൾ, എന്റെ വെല്ലുവിളികൾ, ആ എറിയാൻ കല്ലുമായിട്ട് എന്നെ ഓടിച്ചവരല്ലേ ഓടിച്ചെന്നെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നേ. എന്റെ പ്രതിസന്ധിയല്ലേ എന്നെ കർത്താവിന്റെ മുമ്പിൽ എത്തിച്ചേ. എന്റെ വെല്ലുവിളിയല്ലേ എന്നെ യേശുവിന്റെ മുമ്പിൽ എത്തിച്ചേ. എന്റെ ജീവിതത്തിലെ തകർച്ചകളും പാപങ്ങളും അല്ലേ ഈ യേശുവിനെ കാണാനുള്ള അവസരം എനിക്ക് തന്നത്. അങ്ങനാണെങ്കിൽ എല്ലാ തോൽവികൾക്കും നന്ദി, നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. എല്ലാ പരാജയങ്ങൾക്കും നന്ദി, നിന്നെ അടുത്തറിയാൻ അത് കാരണമായി. എത്ര പേർ ഇന്ന് പകൽ പറയും, എന്റെ കർത്താവേ എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ പരാജയങ്ങൾക്കും നന്ദി, എല്ലാ പ്രതിസന്ധികൾക്കും നന്ദി, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നന്ദി അപ്പാ, നിന്റെ സാന്നിധ്യം അറിയാൻ അത് ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ, ഓ ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നിന്റെ മുഖം കാണാൻ, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. മാനുവലേ, കല്ലുമായിട്ട് പുറകെ ഓടിച്ച എല്ലാവർക്കും നന്ദി. എറിയാൻ വന്ന എല്ലാവർക്കും നന്ദി, എറിഞ്ഞവർക്കും നന്ദി. എറിയാൻ വന്ന എല്ലാവർക്കും നന്ദി, എറിഞ്ഞവർക്കും നന്ദി. കളിയാക്കിയ എല്ലാവർക്കും നന്ദി, ഇനി കളിയാക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നന്ദി. ഇതെല്ലാം ഞങ്ങളെ നിത്യതയോട് അടുപ്പിച്ചു. ഇതെല്ലാം ഞങ്ങളെ കർത്താവിന്റെ മുഖം കാണാൻ ഇടയാക്കി. ഇതെല്ലാം ഞങ്ങളിലുള്ള അഭിഷേകത്തെ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ഞങ്ങളിലുള്ള ദൈവകൃപയെ വർദ്ധിപ്പിച്ചു. ഓ, കൈകൾ ഉയർത്തിപ്പാടാമോ? എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ആധാരം. എല്ലാ തോൽവികൾക്കും
സാന്നിധ്യമറിയാൻ ഇടയായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചത് എപ്പോഴാണ്? നിങ്ങളുടെ ഭയങ്കര സന്തോഷത്തിന്റെ വേളകളിലാണോ? നിങ്ങളുടെ പ്രതിസന്ധികളിലാണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര് നിങ്ങളുടെ ബൈബിളിന്റെ മേളിൽ വീണതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചൂടേറിയ അനുഭവത്തിന്റെ നടുവിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ കത്തി ജ്വലിച്ചതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലത്തിന്റെ നിമിഷങ്ങളിലല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പറയാം, അപ്പാ എല്ലാ തോൽവികൾക്കും നന്ദി, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നന്ദി കർത്താവും, നന്ദി, നിന്റെ സാന്നിധ്യം അറിയാനിടയായി. എന്റെ അനുഭവം പറയാം. ഒരുപക്ഷെ ഇമ്മാനുവേലിന്റെ അനുഭവം അതായിരിക്കും, ഷിജിന്റെ അനുഭവം അതായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ അനുഭവം ആയിരിക്കും, റിജോയ് സാറിന്റെ അനുഭവം അതായിരിക്കും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടിനു പാസ്റ്ററിന്റെ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ എവിടെയാ വന്നതെന്നറിയാമോ? തീച്ചൂളയുടെ നടുവിലാ. എന്റെ തീച്ചൂളയുടെ നടുവിലായിരുന്നു എന്റെ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ. എന്റെ ഏറ്റവും നല്ല ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ചത് എപ്പോഴാണെന്നറിയാമോ? എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വെല്ലുവിളികളുടെ നടുവിലായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുനീരോടെ ആരാധിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. അതെ, ഞങ്ങളുടെ ഓരോ പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ചവിട്ടുപടികളാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. ഞങ്ങളുടെ ഓരോ പ്രതികൂലങ്ങളും ഞങ്ങളുടെ വാമിന വലിയ വളർച്ചയുടെ വളമാക്കി ദൈവം മാറ്റി. അങ്ങനെയെങ്കിൽ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സഹോദരിമാരെ, സഹോദരന്മാരെ നോക്കിയിട്ട് പറയുന്നു, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തളരില്ല, നീ തകരില്ല, നീ പരാജയപ്പെടില്ല. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു വിജയമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂ പോലെ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, അവന്റെ സ്നേഹം കൊണ്ട് നിന്നെ ഒരമ്മ ഒരു കുഞ്ഞിനെ, ഞാൻ ആത്മാവിൽ കണ്ണോട് പറയാം, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഒരു ടവല് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെ കർത്താവിന്റെ കൃപ കൊണ്ട് സ്വർഗം നിന്നെ പൊതിഞ്ഞു പിടിക്കും, പൊതിഞ്ഞു പിടിക്കും, പൊതിഞ്ഞു പിടിക്കും. ആ കൈകൾ ഉയർത്തി ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. എല്ലാ തോൽവികൾക്കും മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. വായ്കൾ തുറന്ന് പറയാമോ? എന്നെ സഹായിക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. ഇന്ന് അധരങ്ങൾ തുറന്ന് പറഞ്ഞ് എന്നെ സഹായിക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നു. ഒന്ന്, കൃപ പാപിയെ സഹായിക്കുന്നു, കൃപ പാപിയെ രക്ഷിക്കുന്നു. ഞാൻ ആ ഭാഗത്തിന്റെ തുടർമാനമായ ഭാഗങ്ങളിലേക്ക് വരുന്നു. സാർ, പ്ലീസ് ട്രാൻസ്ലേറ്റ് ദിസ് പോർഷൻ.
When she looked around, she saw no one else but Jesus Christ. This is the first thing which you understand here. At that very moment, the pastor says that is the most important moment at that point of time. She opened her eyes. She was expecting stones on her, and now she looks up and sees Jesus. No tradition, no sin, no people around, no stoners. She sees only Jesus. That is the most precious moment of salvation she experienced in her life. And in your life too, you experienced the salvation. You were in that meeting, hearing that message. You saw only Jesus Christ in front of you, and no one was there, not your families, not the traditions, not that big churches and buildings, not the traditions which your forefathers followed. You just saw Jesus, and you gave your life to Jesus and said, Jesus Christ, be my God and Savior. And Jesus Christ became your Lord and Savior. That was the moment she had. That was the moment you too had in your life. You and Jesus Christ alone. That is the salvation moment. Second thing, if you ask this woman, how did you receive the salvation? How you came to Jesus? The simple answer is, it's all these accusers, it's all these problems, it's all these sinners. These people with stones chased me to the feet of Jesus, and I was able to experience this great privilege of salvation just because of the accusers, just because of the people who had stones in their hands. All the sin, all the problems, all the circumstances. And today you should thank the Lord for all the problems you faced in your life, all the depravity you had in your life, all those things. Actually, the people who mocked you, the people who pelted stones at you, the people who chased you, the people who backbited, the people who said bad about you. It's actually all those problems and circumstances which propelled you, which accelerated you towards Jesus Christ. And it's that great salvation you experience because of all these problems. And as the pastor said, he preached greatest messages when he was undergoing greatest problems in his life. You heard the greatest messages from Pastor Tinu George when he was not able to stand himself because of all the problems around. He said those messages in tears. You prayed that great prayer when you had that great problem. You were anointed with the Holy Spirit, and in your room you experienced that power when you had that great problem. So today, as we sang along with the brothers, that in that great problems we experience the power of God, we saw the grace of God, we saw the face of God. Today that problems actually propelled you toward Jesus Christ, and thank the Lord for that. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. പാസ്റ്റർ ഒന്ന് വായിക്കാം ആ ഭാഗം. യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ള. 14-ാമത്തെ വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒരു നിമിഷം നിങ്ങൾ വളരെ ഗൗരവമായി ഈ ഭാഗം ദയവായി ശ്രദ്ധിക്കണമേ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ്, യേശു എനിക്ക് ഉള്ളത് കൊണ്ട്, യേശു എന്റെ കുടുംബത്തിന് ഉള്ളത് കൊണ്ട്, യേശു എന്റെ കുഞ്ഞുങ്ങളിൽ ഉള്ളത് കൊണ്ട്, യേശു എന്റെ സഭയിൽ ഉള്ളത് കൊണ്ട്, യേശു എന്റെ സമസ്ത മേഖലകളിലും ഉള്ളത് കൊണ്ട് ആ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എന്താണ്
നമുക്ക് സ്വന്തമെന്ന് പറയാനുള്ളത് യേശു നമുക്ക് ഉള്ളതുകൊണ്ട്, യേശു എനിക്ക് ഉള്ളതുകൊണ്ട്. 15-ാം വാക്യം പറയുന്നു, നമുക്കുള്ള പുരോഹിതൻ ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഞാൻ ഈ 15-ാമത്തെ വാക്യത്തെ 3-4 വാക്യങ്ങളുണ്ട്. ആ വാക്യത്തെ ഒറ്റ വാക്കാക്കി ഞാൻ മാറ്റട്ടെ. എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം എനിക്കുള്ളത് കൊണ്ട്. ഈ 3-4 വാക്കുകളെ ഞാൻ ഒറ്റ വാക്കാക്കുകയാണ്. ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും തുല്യനായിട്ട് അവൻ എനിക്കായി പരീക്ഷിക്കപ്പെട്ടു എന്നെല്ലാം പറയുന്നത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു കർത്താവ് ഉണ്ടെന്ന് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലർ തിരിച്ചറിയണം. എന്റെ സാഹചര്യം ആരും അറിയുന്നില്ലല്ലോ, ഞാൻ കടന്നു പോകുന്ന പ്രയാസം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ വിഷമങ്ങൾ ആരും കാണുന്നില്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ, എന്റെ ഭർത്താവ് പോലും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ ഭാര്യ പോലും മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ജനിപ്പിച്ച എന്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ മാതാപിതാക്കൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പാസ്റ്റർ പോലും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ കൂട്ടുവേലക്കാർ സഹോദരങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു സത്യം പറയട്ടെ. മനുഷ്യർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. മനുഷ്യർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. മനുഷ്യർക്ക് നമ്മളെ ബലപ്പെടുത്താൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ, എന്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല അവൻ. എന്നെ സഹായിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഇതൊന്ന് ആദ്യം വിശ്വസിക്കണം. ഈ മെസ്സേജ് ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് ആദ്യം വിശ്വസിക്കണം. എന്നെ സഹായിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നതും സേവിക്കുന്നതും. ആ പദം കുറച്ചുകൂടെ പൗലോസ് വ്യക്തമാക്കി കേട്ടോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ 18-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. 2-ന്റെ 18-ാമത്തെ വാക്യം മാത്രം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷിക്കപ്പെടുന്നവരെ, പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ, ബലഹീനതകളാൽ വീഴപ്പെട്ടവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എനിക്ക് ആ വാക്ക് മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈസ് ഏബിൾ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ മലയാളിക്ക് കുറച്ചും കൂടെ ചങ്കിൽ ഇടിച്ചു കയറുന്ന ഒരു പദം ഞാൻ പറയാം. നിന്റെ ദൈവം കഴിവുകെട്ടവനല്ല, നിന്റെ ദൈവം കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയിൽ, നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ കഷ്ടതയിൽ, നിന്റെ പരീക്ഷകളിൽ അങ്ങേ സഹായിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് 16-ാമത്തെ വാക്യത്തിൽ, ആ 16-ാമത്തെ വാക്യം എബ്രായർ 4-ന്റെ 16, ആ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നേ: അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് വരിക. അതിനകത്ത് ആ പദങ്ങൾക്കെല്ലാം ഭയങ്കര ആഴമുണ്ട്. Let us therefore come boldly to the throne of grace. എന്തിനാണ് അവിടെ ധൈര്യത്തോടെ വരാൻ എഴുതിയിരിക്കുന്നത്? ധൈര്യം എന്നൊരു പദം എന്തിനാ അവിടെ എഴുതിയിരിക്കുന്നത്? 14-15 വാക്യങ്ങൾക്ക് ശേഷം 16-ാമത്തെ വാക്യത്തിൽ ധൈര്യമായിട്ട് വരിക എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അവിടെ ഒരു വിഷയമുണ്ട്. കാരണം നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ് ധൈര്യം. ഒരു പാപത്തിൽ ഒരു വീണുപോയാൽ, ഒരു പാപം ചെയ്താൽ, ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു വീഴ്ച ഉണ്ടായാൽ, എവിടെങ്കിലും ഒരു കുറവുണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ, ഏതെങ്കിലും ഒരു മെഡിക്കൽ റിപ്പോർട്ട് പ്രതികൂലമായി വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയം മുമ്പിൽ വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്ന എന്നാന്നറിയാം, മുഴുവൻ കറേജും അങ്ങ് പോകും. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ടോലായി പോകും.
ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആന്റി ആയിരുന്നു, ഭയങ്കര പ്രാർത്ഥിക്കുന്ന ബ്രദറായിരുന്നു, ഭയങ്കര ഫയറാണ്. പക്ഷേ ആ പ്രതിസന്ധിയുടെ മുൻപിൽ, ആ പ്രതികൂലത്തിന്റെ മുൻപിൽ, ആ വെല്ലുവിളിയുടെ മുൻപിൽ സകല ധൈര്യവും പോയി. ഇപ്പൊ നാക്കെടുത്ത നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, അങ്ങനെയാണ് സംഭവം. വാ തുറന്നാൽ ഇപ്പൊ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അതിന് കാരണമുണ്ട്. മനുഷ്യരങ്ങനെയാണ്. അങ്ങനെയല്ലേ നിങ്ങൾ മനുഷ്യരല്ലെന്ന അർത്ഥം. മനുഷ്യന്റെ സ്വഭാവം അതാണ്, മനുഷ്യന്റെ പ്രകൃതം അതാണ്. അതാണ് പൗലോസ് മുകളിൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് യേശു ഉണ്ട്, ആകാശത്തിൽ കൂടി കടന്നുപോയ മഹാപുരോഹിതനായ ക്രിസ്തു നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യം മുറുകെ പിടിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നേ. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നേ. പാപമൊഴികെ ഈ ഭൂമിയിൽ വന്ന് സകലതും നിങ്ങൾക്ക് തുല്യമായി അനുഭവിച്ചവനാണ് കർത്താവ്. ഞാനൊരു സത്യം പറയട്ടെ പ്രിയരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈസ് അണ്ടർസ്റ്റാൻഡിങ് us. അവൻ നമ്മളെ മനസ്സിലാക്കുന്നു. കാരണം ഒരു മനുഷ്യൻ കടന്നുപോയ സകല കാര്യത്തിലൂടെയും പാപമൊഴികെ, തെറ്റായ തിന്മയായ പാപമൊഴികെയുള്ള സകല കാര്യത്തിലൂടെയും യേശു പോയിട്ടുണ്ട്. യേശുവിന് വിശന്നിട്ടുണ്ട്, യേശുവിന് ദാഹിച്ചിട്ടുണ്ട്. നിന്ദയുടെ വേദന എന്താന്ന് കർത്താവിന് അറിയാം. അവൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. തിരസ്കരണങ്ങളുടെ, റിജക്ഷനുകളുടെ പെയിൻ എന്താന്ന് ക്രിസ്തുവിനറിയാം. അവൻ അത് അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടലുകളുടെ വേദന എന്തെന്ന് ക്രിസ്തുവിനറിയാം. യേശു അതിലൂടെ പോയിട്ടുണ്ട്. ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നിന്ദകളും കഷ്ടതകളും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പാപമൊഴികെ സമസ്ത വിഷയങ്ങളും കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അവന് വിശന്നിട്ടുണ്ട്, അവന് ദാഹിച്ചിട്ടുണ്ട്, അവൻ പട്ടിണി കിടന്നിട്ടുണ്ട്. പരീക്ഷകളിലെ കർത്താവ് പരീക്ഷകളിലൂടെ, സാത്താന്യ പരീക്ഷകളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട്. വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. യേശു കേട്ടതിൻ്റെ 100% നിന്ന നിങ്ങൾ കേട്ടിട്ടില്ല. മുഖത്ത് നോക്കി നീ വ്യഭിചാരപുത്രനാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പൻ ആരാടാന്ന് ചോദിച്ചിട്ടുണ്ട്. കാർക്കിച്ച് മുഖത്ത് തുപ്പിയിട്ടുണ്ട്. വഴിയിലൂടെ വസ്ത്രരഹിതനായി യെരൂശലേമിന്റെ തെരുവീതികളിലൂടെ അവനെ നടത്തിയിട്ടുണ്ട്. ശാപത്തിന്റെ മരക്കുരിശ് അവൻ ചുമന്നിട്ടുണ്ട്. തലയിൽ മുൾക്കിരീടം ചൂടിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിക്കുന്ന നിന്ദയുടെ കൂരമ്പുകൾ അവൻ ഏറ്റിട്ടുണ്ട്. നിനക്ക് യേശു കർത്താവ് സൗഖ്യത്തിന്റെ, രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവന് ഭൂതമാണ്, ഇവൻ ഭൂതങ്ങളെ കൊണ്ടാണ് ഈ മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇവൻ ശമര്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള നിന്ദകൾ, കഷ്ടതകൾ യേശു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടെ നടന്ന, ചങ്കോട് അണച്ചു നിർത്തിയ, ഞാൻ നിനക്ക് വേണ്ടി അങ്ങ് ചത്തുകളയുമെന്ന് പറഞ്ഞ പത്രോസ് പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. യേശു കടന്നുപോയ അനുഭവങ്ങളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്ദിക്കപ്പെടുമ്പം കർത്താവെ ഞാനിന്ന് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി അപ്പാ എന്ന് പറയുമ്പോൾ അത് യേശുവിന് മനസ്സിലാവും. കർത്താവെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും കല്യാണത്തിന് വിളിച്ച് കർത്താവെ എന്നെ മാത്രം വിളിച്ചില്ല കർത്താവ്, അവർ മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ മാത്രം ഒഴിവാക്കി കർത്താവെ. ഇത് നിങ്ങൾ കർത്താവിനോട് എന്ന് പറയുമ്പോൾ ഈ ഒഴിവാക്കൽ സാധനം എന്നാന്ന് യേശുവിനറിയാം. യേശു അത് അനുഭവിച്ചിട്ടുണ്ട്. പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി കടന്നു പോയത് കൊണ്ട് നിങ്ങൾ അവന്റെ സന്നിധി ചെന്ന് നിന്ന് അപ്പാ എന്ന് വിളിച്ച കണ്ണീന്ന് കണ്ണുനീരൊഴുകുമ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി, മക്കളെ നിങ്ങൾ പോകുന്ന റൂട്ട്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുള്ളത് കൊണ്ട്, ആ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവനായതുകൊണ്ട്, കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കാൻ, കൃപ പ്രാപിക്കാൻ ധൈര്യത്തോടെ എല്ലാ കുറ്റബോധങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട്, എല്ലാ നെഗറ്റീവ് തോട്ട്സിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയ എല്ലാ വിൽ പവറുകളും എല്ലാ ബലവും തിരിച്ചു പിടിച്ചോണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് വാ, കർത്താവിന്റെ അരികിലേക്ക് വാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്നെ സഹായിപ്പാൻ ആ കരുണയുടെ കരം നീട്ടുകയാണ്. Hebrews chapter 4 verse 14 to 16
Seeing then that we have a great high priest who has passed through the heavens, Jesus, the Son of God, let us hold fast our confession. And this is a great promise to all of us. We have a great high priest, Jesus Christ. We have Jesus Christ. Personally, you have Jesus Christ. For your family, you have Jesus Christ. For your church, you have Jesus Christ. That is the greatest promise you can ever receive in your life. And I have a God who fully understands me. That's one thing which this verse gives. That is the gist, or in a nutshell, if you want to concise these 3-4 verses, it is that I have a God who fully understands me. You may say that nobody understands me. I have all the challenges. I have all the problems. I have the situations working against me. But my father doesn't understand me. My parents doesn't understand me. My siblings, the people around, my pastor, nobody understands me. Of course, no one can understand you fully because humans are that much limited. But there is someone up there who has no limitations. He will understand you fully. That's what the Bible says. That's what we understand from here. The Lord can understand you to the core, so deeply and fully. And this is explained further in Hebrews chapter 2 verse 14 to 18. He himself has suffered and tempted, and he is able to help us. God is able. That is the message. God is able to understand you because he has undergone all these problems. So having that in mind, come to verse 16 of Hebrews 4. So let us come boldly to the throne of grace. Paul is saying you should come confidently, boldly to the throne of grace, into the presence of the Lord. Why? The pastor says, in all our problems, in all our situations, in all our challenges, the first thing which we lose, the first thing which oozes out of you is the confidence and boldness. You were a great person in the presence of the Lord. You worship so mightily, firebrand. But now what happened was a problem came. Maybe some kind of sickness, some kind of problems at your home, some financial crisis. All of a sudden, everything seemed tumbling down, and the thing which you have lost is your confidence is lost, your boldness is lost, and all of a sudden you begin to say negative words. All of a sudden you say that, oh, I have no one. Oh, God even doesn't take care of me. That kind of a mentality happens. But here Paul says you need to come to the throne of grace boldly. Why? Because Jesus Christ can understand you. Why it is said that Jesus Christ can understand? Because he has undergone every bad situation. Thirst, hunger, rejection, isolation. Even he was told, even people looking at his ministry, they told he is casting out the demons by the power of demon. And that kind of negativity was leveled against his ministry, and all the challenges. He was despised, he was spat on, and he was rallied naked in Jerusalem, and the people betrayed him, and the shame of the cross he was bearing. All the things, all the negative things, all the bad things that can ever happen to any human being, Jesus bore on himself. And when you go into the presence of the Lord and cry Abba, he can understand the problems which you are undergoing. When you say that, Lord, I was insulted, Lord, I was rejected, he can clearly understand you, because he had gone through the rejection, he had gone through the isolation, he had gone through the shame. So therefore, let us go to the throne of grace boldly, that we may receive the help. Today the Lord says to you, no matter what problems you are undergoing, go into the presence of the Lord, throw yourselves into the presence of the Lord. He can understand you fully, and let the boldness and confidence come back to you as you are sitting in the presence of the Lord. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ, ഞാൻ ആ പദം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് വരിക. എവിടേക്കോ നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞു പോയിരിക്കുന്നു, എവിടേക്കോ നിങ്ങളുടെ മൈൻഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു, എവിടേക്കോ നിങ്ങൾ തോൽവി സമ്മതിക്കുന്നു, എവിടേക്കോ നിങ്ങൾ ഗിവപ്പ് ചെയ്യുന്നു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ ചിന്തിക്കുന്നു. ഇല്ല, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഗിവപ്പ് ചെയ്യരുത്.
കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളത് തിരിച്ചു പിടിക്കും. നിങ്ങളത് തിരിച്ചു പിടിക്കും. അത് തിരിച്ചു പിടിക്കാൻ ആ ശുശ്രൂഷ, ആ ദൈവിക കൃപ, ആ പ്രാർത്ഥനാ ജീവിതം, ആ നന്മ തിരിച്ചു പിടിക്കാൻ യേശുവിന്റെ കൃപ നിങ്ങളെ സഹായിക്കും. ആ വലിയ കരം നിങ്ങളെ സഹായിക്കും. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഇപ്പോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, ആ കർത്താവിന്റെ കൃപ നിങ്ങളെ സഹായിക്കുക മാത്രമല്ല, നിങ്ങളെ സംരക്ഷിക്കുന്ന കൃപയാണ്. അതുകൊണ്ടാണ് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവ നമ്മെ വിടുവിച്ചു എന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് 18-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഹല്ലേലൂയ. ഇപ്പോഴോ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തുപോകില്ല. അഗ്നിജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കുവാനും കഴിയുകയില്ല. വെള്ളത്തിന് നിന്നെ മുക്കാൻ കഴിയത്തില്ല. പെരുവെള്ളത്തിന് നിന്റെ മീതെ കവിയാൻ കഴിയത്തില്ല. തീക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. അഗ്നിജ്വാലയ്ക്ക് നിന്നെ തീർക്കാൻ കഴിയത്തില്ല. വെള്ളം ഒരു ചെറിയ വിഷയമായിരിക്കാം, പെരുവെള്ളം ഒരു വലിയ വിഷയമായിരിക്കാം, തീ ഒരു ചെറിയ വിഷയമായിരിക്കാം, അഗ്നിജ്വാലയിലൂടെ നടുവിലൂടെ പോകാന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷയമായിരിക്കാം. നിന്റെ വിഷയം ചെറുതോ വലുതോ ആകട്ടെ, അതിന്റെ വലിപ്പം വളരെ വലുതോ അത് ചെറുതോ ആകട്ടെ, പക്ഷെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. വീണ്ടും ആ പദം റിജോയ് സാറേ എനിക്ക് അറിയത്തില്ല, വീണ്ടും പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ബ്രദർ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. സിസ്റ്റർ, ഈ കേസിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഹല്ലേലൂയ. എന്റെ നീതിയുള്ള വലക്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, വീഴാതെ താങ്ങും, വീഴാതെ താങ്ങും. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, അതരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിശക്തമേറിയ ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ അനുഭവിക്കുകയാണ്. ആ ശക്തമേറിയ പ്രസൻസ് ഞാൻ ആത്മാവിൽ അനുഭവിക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി ഗോസ്റ്റ്, താങ്ക് യു പ്രഷ്യസ് ഹോളി ഗോസ്റ്റ്. ആ കരങ്ങളെ ഉയർത്തി അതരങ്ങളെ തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി, നന്ദി പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാലെങ്കിൽ അത് പ്രവൃത്തിയാലല്ല. കർത്താവേ, നിന്റെ കരുണയ്ക്ക് നന്ദി, നിന്റെ കൃപയ്ക്ക് നന്ദി. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ആ യേശു മതി എനിക്ക്. എത്ര പേർ പറയും, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു എനിക്കുള്ളത് കൊണ്ട് ആ ധൈര്യം എന്നിൽ വർദ്ധിക്കുകയാണ്, ആ ധൈര്യം എന്നിൽ വർദ്ധിക്കുകയാണ്. ഈ വരികൾ ദൈവദാസന്മാരോടുകൂടെ ചേർന്നൊന്ന് പാടുമോ? ഹല്ലേലൂയ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. യശയ്യാവിന്റെ പ്രവചന പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും,
ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ഞാൻ നട്ട മുന്തിരിവള്ളിയെ, ഞാൻ നട്ട മുന്തിരിവള്ളിയെ, എന്റെ സഭയെ, പരിശുദ്ധാത്മ പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്നെ സൂക്ഷിക്കും. ഞാൻ നിന്നെ വളരുവാൻ വേണ്ടി നനയ്ക്കും. ആരും നിന്നെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ രാവും പകലും സൂക്ഷിക്കും. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ആക്കാരം, ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ. ഈ വിഷയത്തിൽ ആരെന്നെ സഹായിക്കും? ഈ വിഷയത്തിൽ ആരെന്നെ സഹായിക്കും? ഒരിക്കൽ പൗലോസ് അലറി വിളിച്ചു പറഞ്ഞു, ഈ പാപത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഈ ബലഹീനതയിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? കർത്താവ് പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നെന്ന്. പരീക്ഷിക്കപ്പെടുന്നവരെ അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നെന്ന്. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഈ വചന കോട്ട് ചെയ്തിരിക്കുന്നേ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ, ആകാശവാനം, ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്, യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പനുള്ളത് കൊണ്ടല്ല, അമ്മാവനുള്ളത് കൊണ്ടല്ല, നാട്ടുകാരുള്ളത് കൊണ്ടല്ല, ഏതോ രാഷ്ട്രീയക്കാര് കൂടുള്ളത് കൊണ്ടല്ല, ഏതോ മനുഷ്യർ കൂടുള്ളത് കൊണ്ടല്ല. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്നാൽ ഒരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. അസാധാരണമായ ഹീലിംഗുകൾ നടക്കുകയാണ്. അത്ഭുതകരമായ വിടുതൽ നടക്കുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവെക്കാവോ? ഇപ്പം മോൻ ഇമ്മാനുവൽ പാടിയ വരി ഒന്ന് പാടാവോ? ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് കണ്ണടക്കണം. ഈ മൊബൈലിൽ നിന്ന്, ടി വിയിൽ നിന്ന്, ലാപ്ടോപ്പിൽ നിന്ന് എല്ലാം കണ്ണ് മാറ്റിയിട്ട് കണ്ണടച്ച് ആ പ്രയാസമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് ഈ വരികളോ ശ്രദ്ധിച്ചേ. പിതാവില്ലാത്തോർക്കും നല്ലോരും താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, പിതാവില്ലാത്തോർക്കു നല്ലോരും താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയ്ക്കു കാന്തനും സാധുവിന പവുമെല്ലാർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിന പവുമെല്ലാർക്കുമെല്ലാമൻ കർത്താവത്രേ. ഞാനൊരു കാഴ്ച കാണുന്നത്, ഒരു കട്ടിലിൽ വളരെ പ്രായം ചെന്ന ഒരമ്മ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ളി വൈറ്റ് ഡ്രസ്സിൽ,
ഫുള്ളി കംപ്ലീറ്റ് വൈറ്റ് ഡ്രസ്സിൽ യേശു കർത്താവ് ആ മുറിയിലോട്ട് ഓടിച്ചെന്ന് ആ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ ശിരസിന്റെ ഈ ഭാഗത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് ആ അമ്മയോട് പറയുകയാണ്, ഞാനില്ലേ നിനക്ക്. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോ ആരെയൊക്കെയോ കർത്താവ് ഇങ്ങനെ വന്ന് ഹഗ് ചെയ്യുന്നത്, ആരൊക്കെയോ കർത്താവ് വന്നിങ്ങനെ ഹഗ് ചെയ്യുന്നത്, ചേർത്ത് പിടിക്കുന്നത് എനിക്ക് കാണാം. ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കുന്നത് എനിക്ക് കാണാം. വിധവയ്ക്കു കാന്തനും സാധുവിന പവുമെല്ലാമെൻ കർത്താവത്രേ. ആരും സഹായം എല്ലാവരും വാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും വാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൻ ഉല്ലാസമേ. നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടാൻ കർത്താവിന്റെ ആത്മാവ് സഹായിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ പലരും ക്രിസ്തുവിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിന്റെ തലമുറകൾ ദൈവകൃപയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. മോനെ, ആ ലോൺ അടച്ചു തീർക്കാൻ ദൈവം നിന്നെ സഹായിക്കും. നിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസിനെ തിരിച്ചു കയറ്റാൻ കർത്താവ് സഹായിക്കും. നിന്റെ വിസ പ്രോസസ്സുകൾ, ആ വിസയുടെ പ്രൊസീജിയറുകളിൽ ഒരു വിടുതൽ തരാൻ ദൈവം നിന്നെ സഹായിക്കും. നീ എഴുതിക്കൊണ്ടിരിക്കുന്ന IELTS-ന്റെ അങ്ങനെയുള്ള ചില എക്സാമിനേഷനുകൾ നിന്നെ പാസ്സാക്കാൻ ദൈവം നിന്നെ സഹായിക്കും. അങ്ങനെ സ്വർഗത്തിന്റെ അനവധി സഹായങ്ങളുടെ കരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. നിങ്ങളിൽ പലരും പറയാൻ പോകുകയാണ്, എന്റെ ദൈവം എന്നെ സഹായിച്ചു, എന്റെ ദൈവം എന്നെ സൗഖ്യം തന്നു, എന്റെ ദൈവം എനിക്ക് വിടുതൽ തന്നു, എന്റെ ദൈവം എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റി, എന്റെ ദൈവത്തിന്റെ വലിയ സഹായങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഈ സമയം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും ഓരോ കുടുംബത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കൃപ അവരെ കവർ ചെയ്യട്ടെ. ദൈവശക്തി അവരെ സ്പർശിക്കട്ടെ. അത്ഭുത വിടുതലുകൾ, സൗഖ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, സ്വർഗം അങ്ങനെ